ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സീരീസ് എപ്പിസോഡ് 9 കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പം പിങ്ക് പാലട പായസം വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണിക്കുന്നത്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്കായി ഞാനിപ്പോൾ അര കപ്പ് നമ്മുടെ പാലട നുറുക്കുണ്ടല്ലോ, ഈ ടൈപ്പിലുള്ള അതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1.5 കപ്പ് പഞ്ചസാര, അര ലിറ്റർ പാല്, പിന്നെ നട്ട്സ്, പിന്നെ കിസ്മിസ്, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, ഇത്രയാണ് ആവശ്യം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് പാലട ഒന്ന് കഴുകി ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ അര കപ്പിന് ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അര കപ്പിൻ്റെ അളവ് പാത്രം ഞാൻ 5 പ്രാവശ്യമായിട്ടാണ് എടുത്തതാണ് അങ്ങനെ വന്നത്. ഇനി ഞാൻ കുക്കറിലാണ് ഇത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് 2 വിസിൽ വരത്തൊക്കെ വേണം നമ്മളൊന്ന് ആക്കിയിട്ട് തീ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഒന്ന് തണുത്തിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാമേ. അപ്പം ഇതാ ഈ ഒരു കണക്കിന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാമേ. ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചൂടുകെട്ടുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് ഈ അരിച്ച് വെച്ച പാലട ഒന്ന് ചേർക്കാം കേട്ടോ. ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണേ. ഒരു 5-10 മിനിറ്റ് മതിയാവും ഇതൊന്ന് വഴണ്ട് വരാനായിട്ട്. അപ്പോഴേക്കും ഈ എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് പഞ്ചസാരയിൽ നിന്ന് ഒരു അല്പം ഞാനിപ്പോൾ ഏകദേശം ഒരു അര കപ്പോളം ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വഴണ്ട് ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റേജാണ് ആവശ്യം. അത് അടിയൊന്നും പിടിച്ചു പോകരുത്. ഈ സമയത്ത് നമുക്ക് 1/2 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒഴിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ ശകലം വെള്ളം കൂടെ ചേർക്കാം. ഞാനിപ്പം തനി പാല് മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് തിളച്ച് ഒരുമാതിരി ഒന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര മാറ്റി വെച്ച് ബാക്കി പഞ്ചസാര മുഴുവൻ ഞാൻ അതിലിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനിപ്പം ഒരു പാനിൽ ആ മാറ്റി വെച്ച 2-3 ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ, ആ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ ഗോൾഡൻ കളറിലാകുമ്പോഴത്തേക്കും നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലടയിലോട്ടൊന്ന് മാറ്റി നമുക്കൊന്ന് ശകലം കുറുക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു കണക്കിന് വരുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത നട്ട്സും പിന്നെ ഏലപ്പൊടിയാണ് ചേർക്കേണ്ടത്. ആയിട്ടുണ്ട്. എന്ത് എളുപ്പത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ പാലടയൊക്കെ ചെയ്ത് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇത്രയും കുറുകിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പം എക്സ്ട്രാ വെള്ളമോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ആ പാല് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്കറിയാമല്ലോ, പറയാതെ തന്നെ അറിയാം, ബോളി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബോളി എനിക്കുണ്ടായിരുന്നു. ഞാൻ അത് തന്നെ എടുക്കുകയാണ്. ഇത്രയും എനിക്ക് ചെയ്യാനായിട്ട് എനിക്കാകെ വേണ്ടത് 30 മിനിറ്റാണ് ആയത് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.